السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കരാറ് ലംഘനങ്ങൾക്കെതിരെ സത്യവിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാനായി ഒരു കാര്യം ഇവിടെ ഖുർആൻ ഊന്നിപ്പറയുന്നു. അതായത് കരാറ് ലംഘനത്തിൻ്റെ ഫലമായി ലഭിക്കാവുന്ന നേട്ടങ്ങൾ അവരുടെ നിശ്ചയദാർഢ്യവും ഉദ്ദേശശുദ്ധിയും ആത്മാഭിമാനവും എത്രയുണ്ടെന്ന് നിരീക്ഷിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. വഞ്ചനാപരമായി ശപഥങ്ങൾ ലംഘിക്കുന്നത് മനസ്സിലെ സത്യവിശ്വാസത്തെ തന്നെ ഒലച്ചു കളയും. മറ്റുള്ളവരുടെ നോട്ടത്തിൽ അതിൻ്റെ രൂപം വികൃതമാക്കുകയും ചെയ്യും. സ്വന്തം ശപഥത്തെ വഞ്ചിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ശപഥം ചെയ്യുന്നവൻ്റെ മനസ്സിൽ സത്യവിശ്വാസം ഉറച്ചതാണെന്നോ ആ മാർഗത്തിൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഉറച്ചതാണെന്നോ പറയാൻ കഴിയില്ല. ആരോടാണോ അയാൾ ശപഥം ചെയ്തു ലംഘിക്കുന്നത് അവരുടെ മനസ്സിലും സത്യവിശ്വാസത്തിൻ്റെ രൂപം വികൃതമാക്കുകയാണ് ആ സമയം അയാൾ ചെയ്യുന്നത്. അയാളുടെ ശപഥങ്ങൾ ചതിയായിരുന്നു എന്ന അറിവ് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യും. അതായത് മുസ്ലിങ്ങൾ കരാറ് ലംഘിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ അവർ മനസ്സിലാക്കുന്നത് ഇവർ ഈ പറയുന്നതൊന്നും അല്ല ചെയ്യുന്നത്, വെറുതെ വായിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല. അഥവാ സ്വന്തം കരാറുകളോട് മുസ്ലിങ്ങൾ പുലർത്തുന്ന കൂറും അവരുടെ വാഗ്ദാനങ്ങളിലെ സത്യസന്ധതയും ശപഥങ്ങളിലെ ആത്മാർത്ഥതയും പരസ്പര സ്നേഹത്തിലെ വിശുദ്ധിയും കണ്ടിട്ടാണ് പല സമൂഹങ്ങളും ജനവിഭാഗങ്ങളും മുമ്പ് ഇസ്ലാമിലേക്ക് വന്നത്. കരാറുകൾ മുറുകെ പിടിച്ചതുകൊണ്ട് പ്രത്യക്ഷത്തിലുണ്ടായ താൽക്കാലിക നഷ്ടങ്ങളെക്കാൾ എത്രയോ മഹത്തരവും ഗംഭീരവുമായ നേട്ടങ്ങളായിരുന്നു ഇതെല്ലാം. പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഈ വിഷയമായി മുസ്ലിം മനസ്സുകളിൽ ശക്തവും അഗാധവുമായ സ്വാധീനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അതാണ് വ്യക്തിപരവും അന്തർദേശീയമായ ഇസ്ലാമിക സഹവർത്തനത്തിൻ്റെ ആധാരശിലയായി കുറേക്കാലം കൊണ്ടു നടന്നത്. സത്യങ്ങൾ പാലിക്കുക, ശപഥങ്ങൾ പാലിക്കുക, കരാറുകൾ പാലിക്കുക, ഇതൊക്കെ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതൊക്കെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ ആദരിക്കാനും. അതൊക്കെ കാരണമായി തീരും. സത്യങ്ങൾ പാലിക്കുന്ന, വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.